ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓരോ യാത്രയും എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ നാളുകൾ കൂടിയിട്ട് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത ഞങ്ങളുടെ ഫാമിലി ട്രിപ്പ് ഇതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4:45 അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നെയും ഏട്ടനെയും എരമല്ലൂർ വന്ന് പിക്ക് ചെയ്തിട്ട് ഒരു 5:20 ആയപ്പോഴത്തേക്കും നമ്മൾ ശരിക്കുമുള്ള ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു 6:20 ആയപ്പോഴത്തേക്ക് കോതമംഗലത്ത് CFC ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. യാതൊരു പ്രതീക്ഷയുമില്ലാതെയാണ് ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. രാവിലെ തന്നെ ഒന്നും വയറ്റിലില്ലാതെ കിടന്ന് വയറ് ഉരുണ്ട് കളിക്കുന്നതുകൊണ്ടാണ് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതിയത്. പക്ഷേ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തരക്കേടില്ലാത്ത ഒരു വാഷ്റൂമും ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ട്രിപ്പ് മെയിൻ ആയിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് മൂന്നാറിലേക്കല്ല. മൂന്നാറിൽ നിന്ന് വീണ്ടും 35 കിലോമീറ്റർ പോകുമ്പോഴാണ് പാമ്പാട് ഷോല നാഷണൽ പാർക്ക്. അവിടെയും അതേപോലെ വട്ടവടയിലേക്കുമാണ് നമ്മളുടെ ഈ യാത്ര മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കോതമംഗലം എത്തുന്നതിന് മുന്നേ മുതലേ കുറച്ച് തീർത്ഥാടകരെ റോഡിന്റെ സൈഡിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കടമറ്റം പള്ളിയിലേക്കാണോ അതോ മറ്റേതെങ്കിലും പള്ളിയിലേക്കാണോ പോകുന്നതെന്ന് എനിക്കറിയില്ല. പള്ളിയുടെ പേര് നോട്ട് ചെയ്യാൻ മറന്നു പോയിരുന്നു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ പറയണേ. പലയിടങ്ങളിലുള്ള ഒരുപാട് ആൾക്കാർ കൂട്ടം കൂടിയിട്ട് ഈ പള്ളിയിലേക്ക് നടന്നു പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ മലയാറ്റൂർ പള്ളിയിൽ ഇങ്ങനെ ആൾക്കാരെ നേർച്ചയായിട്ട് നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇത് ഏത് പള്ളിയാണെന്ന് എനിക്കറിയില്ല. ഇത് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമാണ് കാണുന്നത്. നമ്മൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് കുറേ സ്റ്റോളുകൾ അവിടെ ഇവിടെയായിട്ടൊക്കെ കണ്ടിരുന്നു. അവിടെ ഫ്രീ ആയിട്ട് തന്നെ വെള്ളം, പഴം, ബ്രെഡ്, ബണ്ണ് എന്നിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ദൂരം വരെ കൂട്ടമായി കണ്ട തീർത്ഥാടകരെ പിന്നെ അങ്ങിങ്ങായി ഓരോന്നിനെയൊക്കെ കണ്ട് പിന്നെ അവരെ അങ്ങ് കാണാതാകുകയാണ് ചെയ്തത്. ഇനി ആദ്യം നമുക്ക് മൂന്നാർ ടൗണിൽ എത്താം. നമുക്ക് അവിടുന്ന് ചായ കുടിക്കാൻ മറ്റേ കട. ഏട്ടൻ ഇപ്പൊ പറയുന്ന ടീ ഷോപ്പ് എന്ന് പറയുന്നത് മൂന്നാർ ടൗണിലുള്ള സ്വർണ്ണലക്ഷ്മി ടീ ഷോപ്പാണ്. എന്റെ കഴിഞ്ഞ വർഷത്തെ മൂന്നാർ വ്ലോഗ്സ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ആ ഷോപ്പ് അറിയാൻ പറ്റും. എന്തായാലും ഒരു തവണയെങ്കിലും അവിടെ നിന്ന് ചായ കുടിക്കണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഇത്തവണയും ഞങ്ങൾ പുറപ്പെട്ടത്. മാത്രമല്ല അച്ഛനെയും അമ്മേനെയും ഉണ്ണിച്ചേട്ടനെയും ഒക്കെ നമുക്ക് ആ ചായക്കട ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാലോ എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ഇനി ആ പ്ലാൻ നടന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോളൂ. എല്ലാവരുടെയും ലീവും സൗകര്യവും ഒക്കെ കണക്കിലെടുത്തിട്ട് നമ്മൾ പൂജാ ഹോളിഡേയുടെ എൻഡ് ദിവസങ്ങളിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ തിരക്കൊക്കെ നമ്മൾ മൂന്നാറിലേക്ക് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. മൂന്നാർ ടൗണിലേക്ക് എത്തുന്ന ഭാഗം അടുക്കും തോറും അത്യാവശ്യം തിരക്കും വണ്ടി സ്ലോ മൂവിങ്ങും ഒക്കെ ആകുന്നുണ്ടായിരുന്നു. നിലവിൽ നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് നാളെയാണ് ഭാരത് ബന്ദ് ആചരിക്കുന്നത്. അപ്പൊ നാളത്തെ ദിവസം ഷോപ്പിങ്ങിനായിട്ട് കരുതി വെച്ചാൽ അത് മണ്ടത്തരമായി പോകുമല്ലോ എന്ന് ഓർത്തിട്ട് ഇന്ന് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തേക്കുന്നത് മൂന്നാർ ടൗണിൽ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ പാമ്പാട് ഷോയിലേക്ക് പോവാന്നുള്ളതാണ്. ഈ സൈഡിൽ നിങ്ങൾ കാണുന്ന വണ്ടികളൊന്നും പാർക്ക് ചെയ്തിട്ടേക്കുന്ന വണ്ടികളല്ല, ഇതെല്ലാം ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നതാണ്. മൂന്നാറിൽ വരുമ്പം തേയിലത്തോട്ടം പോലെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നിൽക്കുന്ന വൈൽഡ് ഫ്ലവേഴ്സിന്റെ ഒരു ഭംഗി. വഴിയിൽ എവിടെയോ കണ്ട കാട്ട് റോസിന്റെ ഭംഗി കണ്ടിട്ട് അതിന്റെ ഒരു കമ്പ് മുറിച്ച് വീട്ടിൽ കൊണ്ടുപോയാലോ എന്ന് അമ്മ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വീടല്ലത്. പക്ഷെ ബോർഡൊന്നും കണ്ടില്ല. മൂന്നാർ KSRTC സ്റ്റാൻഡ് എത്തുന്നതിന് മുമ്പ് ഇടത്തെ സൈഡിൽ കണ്ട ആ വീടിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരുന്നത്. അതിന്റെ ഭംഗി കണ്ടാൽ അത് ജസ്റ്റ് ഒരു വീട് മാത്രമാണോ, ഒരു ഹോം സ്റ്റേയോ റിസോർട്ടോ എന്തെങ്കിലും ആണോ നമുക്ക് തോന്നിപ്പോവും. എന്താണെങ്കിലും എൻ്റെ ഒരു നിഗമനത്തിൽ അത് ഈസ്തറ്റിക്കലി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീട് തന്നെ ആയിരിക്കണം. ഒരു 11:45 കഴിഞ്ഞപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ റിപ്പിൾസിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയൊക്കെ ആയിരുന്നു. നമ്മൾ റിപ്പിൾസിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ഒരു ചായയും അതുപോലെ സ്നാക്സും ഒക്കെ വെക്കുന്ന ഒരു കൗണ്ടർ കാണാൻ പറ്റും. അവിടുന്ന് ഞങ്ങൾ ഒരു ചോക്ലേറ്റ് മഫിനും അതുപോലെ ഒരു ക്യാരറ്റ് കേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കാർഡമം ടീയും അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. കേക്കും മഫിനും ഒന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ചായ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ റിപ്പിൾസിന്റെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് മൂന്നാറ് മാർക്കറ്റിന്റെ ഉള്ളിലേക്കാണ് വരുന്നത്. ഇവിടെ ഈ ഒരു പാലം ഇറങ്ങി നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ സ്വർണ്ണലക്ഷ്മി ടീ സ്റ്റോൾ ഉള്ളത്. ഏറെ ആഗ്രഹിച്ച് വന്നെങ്കിലും ദാ ഇവിടെ നിന്നുള്ള ചായ കൂടി ഈ തവണ നടന്നിട്ടില്ല കേട്ടോ. കാരണം റിപ്പിൾസിൽ നിന്ന് ചായ കുടിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ, അപ്പൊ ആർക്കും ചായ കുടിക്കാനൊരു മൂഡ് അവിടെ ഉണ്ടായില്ല.
വരുന്ന വഴിയൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിട്ട് തോന്നിയെങ്കിലും മാർക്കറ്റിന്റെ ഉള്ളിൽ യൂഷ്വലി ഉള്ള ഒരു തിരക്കൊക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷത്തെ വ്ലോഗിൽ പറഞ്ഞ പോലെ മൂന്നാർ മാർക്കറ്റിൽ വന്നാൽ ഇവിടുത്തെ NS ബേക്കറിയിലെ ചിപ്സ് വാങ്ങാൻ നിങ്ങൾ മറക്കരുത്. NS ബേക്കറിയുടെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഷോപ്പിൽ നിന്ന് നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. NS ബേക്കറിയിൽ മാത്രമല്ലായിരിക്കും കേട്ടോ, ഇവിടെ ചിലപ്പോൾ മറ്റു കടകളിലും നല്ല ചിപ്സും ചോക്ലേറ്റ്സും ഒക്കെ കിട്ടുന്ന കടകൾ കാണുമായിരിക്കും. പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് NS ബേക്കറിയിൽ നിന്നായതുകൊണ്ടാണ് ഞാൻ ആ ബേക്കറിയുടെ പേര് തന്നെ എടുത്തു പറയുന്നത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും വിശപ്പിന്റെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് അരോചകമാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അന്ന് പറഞ്ഞ ആ ഒരു ഹോട്ടലിലേക്കാണ്, അതായത് ദ ഹോട്ടൽ ഗ്രീൻ ടീ മൂന്നാറിലേക്ക്. കഴിഞ്ഞ വർഷം അവിടെ പോയപ്പോൾ തരക്കേടില്ലാത്ത ഒരു ഊണ് നമുക്ക് കിട്ടിയിരുന്നു. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള വാഷ്റൂമും കിട്ടിയിരുന്നു. പക്ഷെ ഇത്തവണ വന്നപ്പോൾ താഴെ നമ്മൾ ആദ്യം കണ്ട സെക്യൂരിറ്റിയുടെ ബിഹേവിയർ മുതലേ നമുക്ക് എന്തോ ഒരു സംതൃപ്തിക്കുറവ് തോന്നിയിരുന്നു. ആൻഡ് ഇത്തവണ വാഷ്റൂമും അത്ര നീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സർവീസും വലിയൊരു സുഖമായിട്ട് തോന്നിയിരുന്നില്ല. പിന്നെ ഫുഡ് കുഴപ്പമില്ല, ഒരു ആവറേജ് രീതിയിൽ നമുക്ക് പറയാം. പക്ഷെ കഴിഞ്ഞ തവണ തോന്നിയ അത്രയും ഒരു രസം ഇത്തവണ ഇവിടെ തോന്നിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് ഗ്യാപ്പ് റോഡിലേക്കാണ്. പരന്ന് കിടക്കുന്ന തേയിലത്തോട്ടവും അതുപോലെ അതിമനോഹരമായ ആകാശമൊക്കെ കണ്ട് നമുക്ക് ഭയങ്കര ഭംഗിയുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു പ്ലേസാണ് ഗ്യാപ്പ് റോഡ്. ഗ്യാപ്പ് റോഡിനെ കുറിച്ച് കുറേ വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ പറഞ്ഞത് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ഈ ഗ്യാപ്പ് റോഡിൽ വന്ന് നിൽക്കുന്ന സമയം ഉച്ചയാണെന്ന് ഓർക്കണേ. പക്ഷേ ഈ വെയിലിനൊന്നും ഒരു കാഠിന്യവും നമുക്ക് തോന്നില്ല. ബ്ലോക്കിൽ പെട്ട് കിടന്ന ബസ്സിൽ നിന്ന് ഒരു കുട്ടി ഒരു ക്യാരറ്റ് ചോദിക്കുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഒരു ക്യാരറ്റായിട്ട് തരാൻ പറ്റില്ല എന്നും ഒരു കെട്ടിന് 40 രൂപയാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു കെട്ടിന് 25 രൂപയും പിന്നീട് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കെട്ടിന് 20 രൂപയും ആകുന്നുണ്ട്. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ ഈ ഒരു കാര്യം തന്നെ ആവണം ഈ വില വ്യത്യാസത്തിനുള്ള കാരണം. അത് മനസ്സിലാക്കി നിങ്ങൾ സാധനം വാങ്ങുക. ഈ യാത്രയിൽ ഗ്യാപ്പ് റോഡ് നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മൾ മൂന്നാറേക്ക് തിരിച്ചു വന്ന് അവിടുന്ന് നേരെ പാമ്പാട് ഷോലേക്ക് പോവുകയാണ്. മൂന്നാറിൽ നിന്ന് 35 കിലോമീറ്ററോളമാണ് നമുക്ക് പാമ്പാട് ഷോല എത്താനുള്ളത്. ഇവിടെ നിന്ന് ദാ ഈ ഒരു പോയിന്റിൽ നിന്നാണ് കഥകളൊക്കെ നേരെ ട്വിസ്റ്റ് ആകുന്നത്. 2:45 തുടങ്ങിയ ബ്ലോക്ക് 5:28 വരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ട്രാഫിക് ആയിരുന്നു. എന്നാൽ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നീങ്ങിയ ദൂരമോ വളരെ തുച്ഛമായ കിലോമീറ്റേഴ്സ് ആയിരുന്നു. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന റോഡിലൊക്കെ കിടക്കുന്ന വണ്ടികൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വണ്ടികളല്ല. ഇതൊക്കെ ആ സൈഡിലേക്ക് പോകാനായി കിടക്കുന്ന വണ്ടികളാണ്. ഇതിൽ ഒരു സന്തോഷമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ഒക്കെ അതിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് ആ സൈഡ് പാലിച്ച് അവരുടെ ടേണിനനുസരിച്ചാണ് വണ്ടി എടുത്തത്. ഓട്ടോറിക്ഷക്കാരെങ്ങനെങ്കിലും ഓടിച്ചോണ്ട് പോകും നോക്കിക്കോ. അത് ശരിയാണ്. കുറച്ച് ഓട്ടോറിക്ഷക്കാരും അതുപോലെ ജീപ്പുകാരും ഇടയിൽ കുത്തിക്കേറ്റി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കും കുറെ ദൂരം എത്തേണ്ടതാണല്ലോ. ഇവിടെ കുറച്ച് വണ്ടികളോടൊപ്പം ഉണ്ടായിരുന്നു ഈ കടകളിലൊക്കെ. ആ, ഇപ്പൊ പിന്നെയും ബ്ലോക്കാണ്. ആ, അതെ, ഈ പാലമാണ് പ്രശ്നം. ഇതാണ് കുണ്ടറ ഇത് കുണ്ടറള ഡാം അല്ല, കുണ്ടല ഡാമാണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഇത് കുണ്ടല ഡാമും ആയിരുന്നില്ല, ഇത് മാട്ടുപ്പെട്ടി ഡാമാണ്. ഇതിന് ശേഷമാണ് കുണ്ടല ഡാം വരുന്നത്. സുഗന്ധി ചോക്ലേറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ചോക്ലേറ്റ്സ് എല്ലാം ദാ ഇവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. അടുത്ത കൈ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കുക. ഒരു റൗണ്ട് കഴിഞ്ഞു, അതിന് മുമ്പ് തന്നെ കൈ വരുന്നുണ്ട്. ഇത്ര നേരം ഈ ബ്ലോക്കിൽ കിടന്നപ്പോഴൊക്കെ മനസ്സിൽ ചിന്തിച്ചിരുന്നൊരു കാര്യമാണ് എന്താണ് ഈ ബ്ലോക്ക് കോസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതായിരുന്നു. ഒടുവിൽ ഈ ഡാമിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് നമുക്ക് കാര്യം പിടികിട്ടിയത്. വീതി കുറഞ്ഞ പാലം ആയതുകൊണ്ട് തന്നെ വണ്ടികൾ ഓരോ സൈഡിൽ നിന്നും മെല്ലെ മെല്ലെയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച, റോഡിന്റെ സൈഡിൽ ധാരാളം വലിയ വലിയ വണ്ടികൾ, ബസ്സും കാറും എന്നിങ്ങനെ പല പല വലിയ വണ്ടികൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് രണ്ട് സൈഡിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഒരുപാട് സ്ഥല പരിമിതികൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഇത്രയും ബ്ലോക്കിൽ നമ്മൾ പെട്ടുകിടന്നത്. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ ആൾക്കാരുടെ ക്രൗഡ്, വണ്ടിയുടെ ഇടയിൽ കൂടെ ആൾക്കാർ തെറ്റിത്തിരിഞ്ഞൊക്കെ പോകുന്നത്, ഇതൊക്കെ അവിടെ ഒരു റീസൺ ആകുന്നുണ്ടായിരുന്നു.
മാട്ടുപ്പെട്ടി ഡാമിന്റെ അടുത്ത് നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ അവിടുത്തെ ഗ്രാസ് ലാൻഡ്സിൽ കുറെ പിടിയാനകളെ ഇങ്ങനെ കാണാൻ പറ്റിയിരുന്നു. ബ്ലോക്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് നടുവ് നിവർത്താൻ വേണ്ടിയിട്ട് ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് നേരം നമ്മൾ ഇങ്ങനെ നിന്നില്ല, പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് കയറുകയാണ് ചെയ്തത്. കാരണം ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തേണ്ടതുണ്ട്. വൈകുന്നേരം ആവാൻ തുടങ്ങിയപ്പോഴത്തേക്കും വെതർ ചില്ലാവുന്നുണ്ട്, ചെറിയ രീതിയിൽ മഴ പൊടിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ നാട്ടിലും ഓരോ രീതിയിലാവും പറയാ. മഴ പൊടിക്കാന്ന് എല്ലായിടത്തും പറയുമെന്നറിയില്ല. ചെറിയ ചാറ്റൽ മഴയ്ക്കാണ് മഴ പൊടിക്കാന്ന് നമ്മുടെ അവിടെയൊക്കെ പറയുന്നത്. 16 കിലോമീറ്റർ ഇനിയും കിടക്കുന്നു. കല്യാണത്തിന് ശേഷം ഞാനും ഏട്ടനും കൂടെ മൂന്നാർ ഇപ്പൊ 2-3 തവണ വന്നു. പക്ഷെ ഫാമിലി ആയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് മൂന്നാറേക്ക് വരുന്നത്. ഫാമിലി ആയിട്ട് ഞങ്ങൾ പണ്ടൊക്കെ അധികം പോയിട്ടുള്ളത് അമ്പലങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള യാത്രകളാണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന് പറയുന്നത് പോലെയാണ് ഇത്ര അടുത്ത് ഇത്ര ഭംഗിയുള്ള മൂന്നാർ ഉണ്ടായിട്ടും ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇപ്പോഴാണ് മൂന്നാർ കാണാനായിട്ട് വന്നത്. പോകുന്ന വഴിയിലൊക്കെ കുറെ ആൾക്കാരെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടിരുന്നു. ഉണ്ടല്ലോ. അമ്മ നേരത്തെ പറഞ്ഞിരുന്ന കുണ്ട്രലോള ഡാം ഈ ഭാഗത്താണ്. പക്ഷെ നമുക്ക് നേരത്തെ മാട്ടുപ്പെട്ടിയുടെ അത്രയും ബ്ലോക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കുണ്ടല ഡാമിന്റെ ഭാഗമൊന്നും വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല. ഈവൻ ദോ ഞാൻ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കളഞ്ഞിട്ടാണ് യാത്രയ്ക്ക് വന്നതെങ്കിലും എൻ്റെ ഫോണിൽ ലിമിറ്റഡ് സ്പേസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരുപാട് വീഡിയോസ് എടുക്കാതിരുന്നത്. എല്ലപ്പെട്ടിയാണ് കേട്ടത്. ഒരു 5:50 ആയപ്പോഴത്തേക്ക് നമ്മൾ എല്ലപ്പെട്ടി എത്തിയിട്ടുണ്ട്. മൂന്നാറിനും പാമ്പാട് ഷോലയ്ക്കും എത്തുന്നതിന് ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് ഈ എല്ലപ്പെട്ടി എന്നുള്ളത്. ഗ്രാസ് ലാൻഡ്സ് ധാരാളം ഉള്ളതും അതിനുവേണ്ടി അത്യാവശ്യം പേരുകേട്ടൊരു സ്ഥലമാണ് ഈ എല്ലപ്പെട്ടി. അതുപോലെ നീലക്കുറിഞ്ഞി പൂക്കൾ പൂക്കുന്ന ഒരു മെയിൻ ഏരിയ ആണ് എല്ലപ്പെട്ടി. പിന്നെ അതേപോലെ കുറെ റെയർ ആയിട്ടുള്ള പ്ലാന്റ്സും ആനിമൽസും ഒക്കെ എല്ലപ്പെട്ടി ഏരിയയിൽ കാണാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ട്രെക്കിങ്ങിനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ് ഈ എല്ലപ്പെട്ടി. ഇവിടെ കുറെ ട്രെക്കിംഗ് ഏരിയകളുണ്ട്. അതുപോലെ എല്ലപ്പെട്ടി ബംഗ്ലാവും ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ റോഡിന്റെ സൈഡിൽ തന്നെ നമുക്ക് എല്ലപ്പെട്ടി ബംഗ്ലാവിന്റെ ഒരു ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. പാഷൻ ഫ്രൂട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൂന്നാർ വരുമ്പോൾ ഇവിടുത്തെ മഞ്ഞ നിറത്തിലുള്ള ആ ഒരു പാഷൻ ഫ്രൂട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു തരി പുളി പോലും ഇല്ലാതെ അത്ര മധുരമുള്ള പാഷൻ ഫ്രൂട്ട് ഇവിടെ കിട്ടും. പാഷൻ ഫ്രൂട്ടോ? വേറെ ടൈപ്പ് പാഷൻ ഇത് എത്ര? ഇത് 25. ഒരു പാഷൻ ഫ്രൂട്ടിന്റെ വിലയാണ് 20 എന്നുള്ളത്. പിന്നെ ഇവിടെ എത്തിയപ്പം ക്യാരറ്റിന് ഒരു കെട്ടിന് 25 രൂപ ആയിട്ടുണ്ട് കേട്ടോ. 200 രൂപ ഒരു കിലോ. മൂന്നാർ വന്ന സമയം മുതൽ ഓരോ കടകളിലും പാഷൻ ഫ്രൂട്ട് കാണുമ്പോൾ അമ്മ അത് വാങ്ങണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് കൊണ്ട് ഒരെണ്ണം 20 രൂപയാണെങ്കിലും നമ്മൾ കുറച്ച് പാഷൻ ഫ്രൂട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ കുറച്ച് ക്യാരറ്റ്സും വാങ്ങിയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ ആദ്യമേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതെങ്കിലും പൂളുള്ള ഒരു റിസോർട്ടിലേക്ക് പോകാം എന്നുള്ളതായിരുന്നു. എന്നാൽ ഉണ്ണിച്ചാടിന്റെ സജഷൻ ആയിരുന്നു നമുക്ക് പാമ്പാട് ഷോല നാഷണൽ പാർക്കിലേക്ക് പോയാലോ എന്നുള്ളത്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് പൂളൊന്നുമില്ല, അപ്പം അത് രസം ഉണ്ടാകുമോ എന്നുള്ളൊരു തോട്ട് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഈ ഒരു ട്രിപ്പ് ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് തന്നെ ഡിസിഷൻ ഫൈനലൈസ് ചെയ്യായിരുന്നു. പക്ഷെ സത്യം പറയാലോ, ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഒരു വലിയ നഷ്ടമായി പോയിട്ടുണ്ടായേനെ. കേരളത്തിലെ 6 ദേശീയ ഉദ്യാനങ്ങളിൽ ഒന്നായ പാമ്പാടുംചോല ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ മൂന്നാറിൽ നിന്ന് 35 കിലോമീറ്റർ താണ്ടി ഒരു 6:18 നമ്മൾ ചെക്ക് പോസ്റ്റിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 1.2 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന കോട്ടേജ് ഉള്ളത്. ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഉണ്ണിച്ചേട്ടൻ അവരെ കണ്ട് സംസാരിച്ചിട്ടാണ് നമ്മൾ നേരെ ആ കോട്ടേജിന്റെ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ എത്തിയപ്പോൾ മുതലേ നമുക്ക് ആ ഒരു കാടിന്റെ ഫീല് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഇടും. സമയം ഒരു 6:30 ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഇരുട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. ചിലർക്കെങ്കിലും ഇത് 6:30 ആണോ എന്ന് വിശ്വസിക്കാൻ ഒരു ഡൗട്ട് തോന്നുന്നുണ്ടാവാം. 6:28. ഇത് വേണം മാറ്റി.
സമയം കാണിക്കാൻ ഞാൻ ഉണ്ണിച്ചാന്റെ വാച്ച് കാണിച്ചപ്പോൾ അച്ഛൻ ദാ ഒന്നും കൂടെ വിശ്വസിച്ചോട്ടെ എന്ന് ഓർത്ത് അച്ഛന്റെ വാച്ചും പൊക്കി കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും മാറ്റമുണ്ടെന്ന് അറിയട്ടെ. എപ്പോഴും അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ അച്ഛൻ ഇങ്ങനെ തമാശകൾ പറയാറുണ്ട്. ആൻഡ് വി റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. പലപ്പോഴും ഇന്റൻഷനലി അച്ഛൻ പറയുന്ന തമാശകളെക്കാളേറെ അച്ഛന്റെ ചില നിഷ്കളങ്കമായ ചോദ്യങ്ങളും ചില വർത്താനങ്ങളുമാണ് പലപ്പോഴും കോമഡി ആവാറുള്ളത്. നമ്മളെ അക്കമ്പനി ചെയ്ത് ചെക്ക് പോസ്റ്റിൽ നിന്ന് കോട്ടേജ് വരെ ഒരു ഓഫീസറും വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിച്ചേട്ടന് പരിചയമുള്ളത് കൊണ്ടാവണം അദ്ദേഹം നമ്മുടെ കൂടെ കോട്ടേജ് വരെ വന്നിരുന്നത്. അത്യാവശ്യം രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ആ ഒരു ബ്ലോക്ക് കാരണം നമ്മൾ നന്നേ വൈകിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ആ ഒരു വൈകുന്നേര സമയത്ത് ഇവിടെ എത്താൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് എനിക്ക് ഈ വീഡിയോ ക്യാപ്ചർ ചെയ്യാമായിരുന്നു. അങ്ങനെ ദാ നമ്മൾ കോട്ടേജിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ദേ ആ നേരെ കാണുന്ന കോട്ടേജിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഈ കോട്ടേജ് നമ്മൾ യൂഷ്വലി പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു വൈബല്ല. ഇവിടെ കറണ്ട് ഒന്നും അല്ല, സോളാർ ആണുള്ളത്. അപ്പോൾ ലൈറ്റൊക്കെ നമ്മൾ അത്രയും ലിമിറ്റഡ് ആയിട്ട് സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ ഓരോ കോട്ടേജിന്റെ ഫ്രണ്ടിലും പ്രത്യേകം ഗൈഡ് ലൈൻസുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ഇവിടെ നിൽക്കണം, എന്തൊക്കെ രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ. കാരണം കാടിന് നടുവിലുള്ള ഒരു കോട്ടേജ് ആയതുകൊണ്ടും മൃഗങ്ങളൊക്കെ വരാനുള്ള ചാൻസസും ഉണ്ട്. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ച് ഞാൻ തൽക്കാലം നിർത്തുവാണ്. കോട്ടേജിനെ കുറിച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ അടുത്ത പാർട്ടിൽ പറയാം. ഓടി ഒന്ന് കുത്തൊന്നും ചെയ്യരുത്. വവ്വാൽ എന്തോ വരുന്നുണ്ട്. ഇവിടെ ഫുള്ള് മറ്റേ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല. ഇത് ഉച്ചക്കായിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ മുഖത്തോടെ അടിക്കല്ലേ. ഇതിലെങ്ങനെ ടച്ച് ചെയ്താൽ ഞാൻ പടവും. ആ ഫെൻസിങ് ബോളിൽ തൊടാതെ, കമ്പിയിൽ തൊടാതെ വരാൻ നോക്കണേ. നമുക്ക് സൂര്യൻ ഉദിക്കുകൊണ്ട് ചേട്ടാ അവിടുന്ന് കുടിക്കുന്നു. എനിക്ക് ആണെങ്കിൽ പോവും മൊത്തം.